വെൽക്കം ടു ഭാസ്കേഴ്സ് എഞ്ചിനീയറിംഗ് മാത്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് തന്നാൽ നമുക്ക് ആ ഡേറ്റ പോയിൻറ്റ്സിൻ്റെ നേച്ചർ അല്ലെങ്കിൽ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന ഡേറ്റ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത്, അതായത് അതിൻ്റെ ട്രെൻഡ്, അതായത് ലീനിയർ ട്രെൻഡാണോ, അതായത് കർവ് അതാണോ, അല്ലെങ്കിൽ പരാബോള അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ, അതല്ലെങ്കിൽ കർവ് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇത് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ. Given a set of data points xi, yi of independent variable x and dependent variable y, the line of best fit is y equal to a plus bx is one of which the residual sum of squares is minimum. Residual sum of squares എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ആൻ എറർ. അപ്പോൾ അതൊരു എററാണ്. അതായത് ബെസ്റ്റ് ഫിറ്റ് എന്നേ നമ്മൾ പറയുന്നുള്ളൂ. ലൈൻ ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ അല്ല, സ്ട്രെയിറ്റ് ലൈനിലെ പോയിൻറ്റ്സ് അല്ല തന്നിരിക്കണം, പക്ഷെ നമ്മളത് ബെസ്റ്റ് ഫിറ്റ് ആക്കുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എറർ ഉണ്ടാവും. ആ എറർ മിനിമൈസ് ചെയ്തുകൊണ്ട് ലൈനിനെ ഫിറ്റ് ചെയ്യുക. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് നമ്മളോട് പറയുന്നത്. ഇനി അടുത്തത്, അങ്ങനെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിപ്പം y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ലൈനിൻ്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് എ ആൻഡ് ബി. അതായത് എയും ബിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ നോർമൽ ഇക്വേഷൻസ് എന്ന് പറയുന്നു. സിഗ്മ വൈ ഐ ഈക്വൽ ടു എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ and sigma xi yi equal to a into sigma xi plus b into sigma xi square. അതിന് അതായത് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിന് വേറൊരു പേരുണ്ട്, റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സ്, y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. നമ്മളിത് രണ്ട് രീതിയിൽ പറയാറുണ്ട്. എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്നും പറയാറുണ്ട്. ഇത് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ, ഇത് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. രണ്ട് രീതിയിലും നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് തന്നെയാണ്. ദാറ്റ് ഈസ് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഒരു പ്രോബ്ലം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ദ ഫോളോയിങ് ഡേറ്റ ഗീവ്സ് the tensile force x in thousands of pounds applied to a steel specimen and the resulting elongation in thousands of inch. അപ്പം ടെൻസൈൽ ഫോഴ്സ് വേഴ്സസ് എലോങ്ങേഷൻ, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സ് ആണ്, വൈ ഈസ് ദ എലോങ്ങേഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താ? പ്ലോട്ട് ദ ഡേറ്റ ടു വെരിഫൈ ഇറ്റ് ഈസ് റീസണബിൾ ടു അസ്യൂം ദാറ്റ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ് ലീനിയർ. അതായത് സെറ്റ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ആൻഡ് സെക്കൻഡ് വൺ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലീസ്റ്റ് സ്ക്വയർ ലൈൻ ആൻഡ് ഫിറ്റ് ദ അബവ് ഡേറ്റ. ഹെൻസ് predict the elongation when the tensile force is 3.5,000 pounds. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് സെറ്റ് എക്സും വൈയും തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ എന്താ ചെയ്യണേന്ന്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എക്സ് വൈ വെച്ചിട്ട് കണ്ടോ, നമ്മളിവിടെ എക്സ് ആക്സിസിൽ 2 ഇതുകൊണ്ട് ഇങ്ങനെ മാപ്പ് ചെയ്തു, വൈ ആക്സിസിൽ അതുപോലെ. ഇതിപ്പോൾ എക്സ് ആക്സിസിലാണെങ്കിൽ 1 2 3 4 5 6. അടുത്തത് ഇവിടെ നമുക്കിവിടെ തന്നിരിക്കുന്നത് പോയിൻറ്റ്സ് വൈ ആക്സിസിൽ വരേണ്ട പോയിൻറ്റ്സ് 14 തൊട്ട് 85 വരെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്തു? 20 തൊട്ട് അങ്ങോട്ട് എടുത്തു. 20 30 തൊട്ട് 80 വരെ കണ്ടോ, അങ്ങനെ എടുത്തു. അപ്പോൾ ഫസ്റ്റ് 1 to 1 മാപ്പ് ചെയ്തേക്കുന്നത് 14 ആണ്, 2 33 ആണ്. അത് എല്ലാം നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കാൻ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ പോയിൻ്റ് പ്ലോട്ട് ചെയ്തു. ഇങ്ങനെ വന്നാൽ നമുക്കിത് കണ്ടാൽ അറിയാം. അതുകൊണ്ട് ഈ ലൈനിൻ്റെ ഈ പോയിൻറ്റ്സിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം അറിയാം ഇവിടെ ഒരു ലൈൻ നമുക്കിങ്ങനെ ഒന്ന് വരയ്ക്കാൻ പറ്റും. നമുക്കറിയാം എന്താ ഇങ്ങനെ ഒരു ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ലൈൻ ഓഫ്, ആ ലൈനാണ് ഇവിടെ റൈറ്റിൽ വരച്ചത്, ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അപ്പോൾ അത് ശരിക്കും ലൈൻ അല്ല, അതാണ് അതിൻ്റെ എറർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു എറർ വരും, ഏകദേശമൊക്കെ നമുക്ക് വരയ്ക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമ്മൾ ലൈൻ ഓഫ്
ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നു. ഇനി അതും കൊണ്ട് കഴിഞ്ഞില്ല. ഇനി അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? അതുകൂടാണ്ട് നമുക്ക് എക്സ് ഐകളും വൈ ഐകളും എടുത്തിട്ട് നോർമൽ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ നോക്കിയോളൂ, എക്സ് ഐകൾ തന്നിരിക്കുന്ന ഡേറ്റാ പോയിൻറ്റ്സിൽ എക്സ് ഐ എഴുതി, വൈ ഐ എഴുതി. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കും ആക്ച്വലി ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പം നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ട നോർമൽ ഇക്വേഷൻസ് എഴുതി വെക്കണം. ഈ പ്രോബ്ലമൊക്കെ ചെയ്യുന്നതിന്, ഇതിങ്ങനെയൊക്കെ എഴുതുന്നതിന് മുമ്പായിട്ട്, ഈ കോളം ടേബിളൊക്കെ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഡേറ്റാ പോയിൻറ്റ്സ് എഴുതി വെക്കണം. അപ്പം ഡേറ്റാ പോയിൻറ്റ്സ് എന്നല്ല, നോർമൽ ഇക്വേഷൻ എഴുതി വെക്കണം. അപ്പം നോർമൽ ഇക്വേഷൻ കാണുമ്പോൾ അറിയാം എന്തൊക്കെ നമ്മൾ ടേബിളിൽ കാണണം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ സിഗ്മ വൈ ഐ കാണണം, ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ കാണണം. സിഗ്മ വൈ ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സം, സിഗ്മ വൈ ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സം. ഇനി എക്സ് ഐ വൈ ഐ കാണണം, എക്സ് ഇൻറ്റു വൈ കണ്ടോ. അപ്പം നോർമൽ ഇക്വേഷൻ കണ്ടാൽ അറിയാം. നോർമൽ ഇക്വേഷൻ യാതൊരു പോസിബിലിറ്റി ഇല്ല, വേറെ യാതൊരു പോസിബിലിറ്റി ഇല്ല. ഇറ്റ് ഷുഡ് ബി ബൈ ഹാർട്ട് ചെയ്യണം നിങ്ങൾ കേട്ടോ. എക്സ് ഐ ഇൻറ്റു വൈ ഐ അടുത്ത കാണണം. അപ്പോൾ അടുത്ത നമുക്ക് നോർമൽ ഇക്വേഷൻ സിഗ്മ എക്സ് ഐ സ്ക്വയർ വരുന്നുണ്ട്. ടേബിളിൻ്റെ അടുത്ത കോളം എന്ന് പറയുന്നത് എക്സ് ഐ സ്ക്വയറാണ്. അപ്പോൾ എക്സുകളുടെ സ്ക്വയർ. അപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടില്ലാത്തൊരു ടോപ്പിക്കല്ലേ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കേട്ടിട്ട്. എക്സ് ഐ എഴുതി, വൈ ഐ എഴുതി, എക്സ് ഐ വൈ ഐ എഴുതി, എക്സ് ഐ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ എല്ലാം സം കണ്ട് താഴെ ഓരോന്നും നമ്മൾ താഴെ അതിൻ്റെ സമ്മുകൾ എഴുതാണ്. സിഗ്മ എക്സ് ഐ, സിഗ്മ വൈ ഐ, സിഗ്മ എക്സ് ഐ വൈ ഐ, സിഗ്മ എക്സ് ഐ സ്ക്വയർ എല്ലാം കണ്ടു. ഇനി എന്ത് ചെയ്യണം? ഓരോന്നും കണ്ടിട്ട് അതാ ഈ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സിഗ്മ വൈ ഐ ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട് 311 ഈക്വൽ ടു എൻ ഇൻറ്റു എ. എൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡേറ്റാ പോയിൻറ്റ്സ് എത്രയുണ്ടോ അതിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഡേറ്റാ പോയിൻറ്റ്സ് ഇതല്ലേ 6 ഡേറ്റാ പോയിൻറ്റ്സ് അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. സോ എൻ ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ നോക്കൂ, അപ്പം എൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 6 ഇൻറ്റു എ നമുക്ക് അതാണ് അൺനോൺ, പ്ലസ് എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ ഐ. ബി അങ്ങനെ തന്നെ എഴുതി. സിഗ്മ എക്സ് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് 21 ആണ്, 21 ബി. അടുത്തത് അടുത്ത എന്താ? എക്സ് ഐ വൈ ഐ ഈക്വൽ ടു, എക്സ് ഐ വൈ ഐ കിട്ടിയിട്ടുണ്ടല്ലോ സിഗ്മ ഏതാ? എക്സ് ഐ വൈ എത്രയാണ്? 1342. ഇതാ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് ഐ 21 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ. എക്സ് ഐ സ്ക്വയർ ഈസ് 91, ദാറ്റ് ഈസ് 91 ബി. നമുക്കറിയാം 2 ഇക്വേഷൻസ് 2 അൺനോൺ ആണ്, നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ഈ 2 ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്തുകൊണ്ട് എ കിട്ടി 1.333, ബി കിട്ടി 14.4857. ആൻസർ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എയും ബിയും കിട്ടിയ ആൻസർ ആയില്ല. വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് 1.1333 അല്ലേ, പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ്. ബി കിട്ടിയിട്ടുണ്ടല്ലോ 14.4857 ഇൻറ്റു എക്സ്. ഇത്ര എഴുതിയാൽ ആൻസറായി. ഇതാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ഈ ഡേറ്റയ്ക്ക് ഫിറ്റ് ആകുന്ന ബെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായല്ലോ ചെയ്യണം എങ്ങനെയാന്ന്. ഇനി അടുത്തത് ഇവിടെ നോക്കൂ, നോർമൽ ഇക്വേഷൻ ഫോർ ഫിറ്റിംഗ് പരാബോള. അപ്പം നിങ്ങളോട് ഡയറക്റ്റായിട്ട് പരാബോള ഫിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നോക്കൂ, സിഗ്മ വൈ ഐ ഈക്വൾ എൻ എ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ പ്ലസ് ഇ ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ. സിഗ്മ വൈ എക്സ് ഐ വൈ ഐ ഈക്വൾ എ ഇൻറ്റു സിഗ്മ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ പ്ലസ് ഇ ഇൻറ്റു സിഗ്മ എക്സ് ഐ ക്യൂബ്. കണ്ടോ, ഇവിടെ വരുമ്പം സിഗ്മ എക്സ് ഐ സ്ക്വയർ, സിഗ്മ എക്സ് ഐ സ്ക്വയർ, സിഗ്മ വൈ എക്സ് ഐ ക്യൂബ്. ഇവിടെ സിയും കൂടെ ഉണ്ട്. അടുത്ത സിഗ്മ എക്സ് ഐ സ്ക്വയർ വൈ ഐ ഈക്വൾ എ ഇൻറ്റു സിഗ്മ എക്സ് ഐ. ഇവിടെ തീർന്നത്, ഇവിടെ എൻഡ് ചെയ്തത്, അതായത് എക്സ് ഐ സ്ക്വയർ ആണ് ഇവിടെ. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇവിടെ നോക്കിയോളൂ, ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, സിഗ്മ എക്സ് ഐ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ പ്ലസ് ഇ ഇൻറ്റു സിഗ്മ എക്സ് ഐ ക്യൂബ്. ഇനി ഇവിടെ വരുമ്പോൾ തൊട്ടടുത്ത് സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, ബി ഇൻറ്റു എ ഇൻറ്റു സിഗ്മ എക്സ് ഐ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു സിഗ്മ എക്സ് ഐ ക്യൂബ് പ്ലസ് ഇ ഇൻറ്റു സിഗ്മ എക്സ് ഐ റേസ് ടു 4. ഇതും ഒരു പോസിബിലിറ്റി ഇല്ല, വേറെ ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. ബൈ ഹാർട്ട് ചെയ്യാം 3 ഇക്വേഷൻ. പരാബോള തന്നെ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം നമ്മൾ അത് അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഈ പ്രോബ്ലം ഒരു സ്പെഷ്യൽ പ്രോബ്ലമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ദ മെത്തേഡ് of least squares to fit an equation of the form y equal to a x plus b to the following data. x തന്നിട്ടുണ്ട്, n equal to 5 കണ്ടോ, ഡേറ്റ പോയിൻറ്റ്സിൻ്റെ എണ്ണം
5 ആണ്. സോ n = 5 y നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് സാധാരണ പോലെ ax + b സാധാരണ പോലെ ചെയ്യാനാണ്. ഇത് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊരു ഹോംവർക്കായിട്ട് അസ്യൂം ചെയ്യുക. ഞാൻ അതിന് വേണ്ടി തന്നേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒന്നും നോക്കണ്ട. ഇത്രയും വെച്ചിട്ട് നിങ്ങൾ നോർമൽ ഇക്വേഷൻസ് എഴുതിയിട്ട് സാധാരണ പോലെ ചെയ്യണം കേട്ടോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. യൂസ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ടു ഫിറ്റ് എ കർവ് ഓഫ് ദി ഫോം ദ ax + bx² ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. കണ്ടോ? ടു ദ ഫോളോയിങ് ഡേറ്റ ബൈ കൺവേർട്ടിംഗ് ദ ഇക്വേഷൻ ടു ലീനിയർ ഫോം. അപ്പോൾ ഈ ഇക്വേഷനെ ഇങ്ങനെ ഇട്ട് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, ഇതിനെ ലീനിയർ ഫോമിൽ അതിനെ ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ അല്ല, അത് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ല. പക്ഷേ അതിനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കി കൺവേർട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് ആകെ നമ്മൾ ചെയ്യണത് y = ax + bx². അപ്പോൾ ലീനിയർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണേ ഫസ്റ്റ് ഡിഗ്രി ആക്കണം. അതിനെന്ത് ചെയ്യാൻ മതി? ത്രൂ ഔട്ട് ഒരു എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ax/x എന്ന് പറഞ്ഞാൽ a, bx²/x എന്ന് പറഞ്ഞാൽ bx. ഇപ്പോൾ കണ്ടോ, ഈ y/xന് നമ്മളൊരു ക്യാപിറ്റൽ y എന്നങ്ങ് കൊടുത്താൽ a + bx എന്നായില്ലേ? ലീനിയർ ഫോമിലേക്ക് ഇത് കൺവേർട്ടഡ് ആയി. ഇനി നമ്മൾ ഈ ക്യാപിറ്റൽ വൈക്കുള്ള നോർമൽ ഇക്വേഷനാണ് ഇനി അടുത്ത് എഴുതാൻ പോകുന്നത്. സ്മോൾ y അല്ല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇവിടെ നോക്കിയോളൂ, അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ. ക്യാപിറ്റൽ y = a + bx. അപ്പം ഇത് സാധാരണ രീതിയിലാണെന്ന് പരാബോള തന്നെയാണെന്ന് പറഞ്ഞത് നമുക്ക് ആ 3 നോർമൽ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ അതിനെ ലീനിയർ ഫോമിൽ കൺവേർട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. y = a + bx. അപ്പോൾ ഇതുകൊണ്ട് സാധാരണ പോലെ തന്നെ ഇക്വേഷൻസ് എഴുതി σyi കണ്ടോ, ക്യാപിറ്റൽ yi ആണ് na + b × σxi, σxi × ക്യാപിറ്റൽ yi = a + b × σxi + b × σxi². y വരുന്നിടത്തെല്ലാം ക്യാപിറ്റൽ y എന്ന്. ആ y എന്താണെന്ന് ഓർത്തിരുന്നോണേ, y/x ആണ് ഈ y എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളിനി ടേബിൾ വരയ്ക്കുമ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ടേബിൾ വരയ്ക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. എക്സുകൾ എഴുതി, വൈകൾ എഴുതി, പിന്നെ ഇപ്പം ഉണ്ടോ നമുക്കിവിടെ സ്മോൾ y അല്ല വേണ്ടത്, ക്യാപിറ്റൽ y ആണ് വേണ്ടത്. കണ്ടോ, നോർമൽ ഇക്വേഷൻ ഇവിടെ എഴുതിയപ്പോൾ നമ്മൾ എന്താ എഴുതിയത്? നോർമൽ ഇക്വേഷൻ്റെ അകത്ത് ക്യാപിറ്റൽ y σxi × ക്യാപിറ്റൽ y സ്മോൾ y നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എന്തെങ്കിലും അത് കണ്ടുവെച്ചെന്നേ ഉള്ളൂ കേട്ടോ. xi y ഇനി ക്യാപിറ്റൽ y എന്ന് പറഞ്ഞാൽ y/x ആണ്. സോ 2.1/1 ദാറ്റ് ഈസ് 2.1, 4.4/2 2.2, 7.2/3 2.4. കണ്ടോ, ആ y/x കണ്ടു. ഇനി നോർമൽ ഇക്വേഷൻ്റെ അകത്ത് എന്തൊക്കെ കാണണം? സിഗ്മ ക്യാപിറ്റൽ y, അടുത്ത് സിഗ്മ xi y, സിഗ്മ xi². കണ്ടോ, സിഗ്മ x × y എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ y വേണം കാണാൻ. അപ്പോൾ ഇതുണ്ടോ, x സിഗ്മ x അതായത് 1 × y ദാറ്റ് ഈസ് 21, 2 × 4.4 2 × 4.4 2 × 4. x × y 2 × 4.4 അല്ല, 2 × 2.2 4.4, 3 × 2.4 1.2. കണ്ടോ, അങ്ങനെ ഫുള്ളും കാണുക. അപ്പം എന്ത് കിട്ടി? സിഗ്മ xi × y നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത എന്ത് വേണം? സിഗ്മ xi². ഇതിൻ്റെ സ്ക്വയർ 1², 2², 3², 4². കണ്ടോ, അതാണ് എഴുതിയിരിക്കുന്നത് സിഗ്മ xi². അതിൻ്റെ സമ്മെന്ന് പറയുന്നു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ നോർമൽ ഇക്വേഷൻ്റെ അകത്തെടുത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിഗ്മ xi = ദാറ്റ് ഈസ് 15. സിഗ്മ yi സിഗ്മ yi = na + b × സിഗ്മ xi. ഇതാണല്ലോ ഫസ്റ്റ് ഇക്വേഷൻ. na 6a + b × സിഗ്മ xi. കണ്ടോ, 21b. അതാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് സിഗ്മ xi yi = സിഗ്മ a × സിഗ്മ xi + b × സിഗ്മ xi². കണ്ടോ, അപ്പോൾ a × സിഗ്മ xi അതാണ് 21a, ഈ പ്ലസ് b × സിഗ്മ xi² എന്താ 91, ദാറ്റ് ഈസ് 91b. കണ്ടോ, രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുക. a കിട്ടി 1.805, b കിട്ടി 0.222. ഇനി എന്ത് ചെയ്യണം? തീർന്നോ? ഇല്ല. y = ഇനി
സൂക്ഷിക്കേണ്ടത് സ്മോൾ വൈ ഈക്വൽ ടു AX പ്ലസ് BX² തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്തോട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം. A പ്ലസ് BX². സോ വൈ ഈക്വൽ ടു എയുടെ വാല്യൂ എന്താ 1.805 പ്ലസ് ബി ഇൻറ്റു ദറ്റ് ഈസ് 0.222 ഇൻറ്റു X². ഇവിടെ X ഉണ്ടല്ലേ. അപ്പം ഇതാ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നുണ്ടോ? വൈ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. വൈ ഈക്വൾ ടു AX പ്ലസ് BX² തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കണം. പക്ഷേ ഫിറ്റ് ചെയ്തപ്പം നമ്മൾ ലീനിയർ ഫോമിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്തത്. ഇനി അടുത്തത് ഞാനൊന്ന് ജസ്റ്റ് പറയത്തേ ഉള്ളേ. ഇവിടെ ശ്രദ്ധിച്ചോ, y ഈക്വൾ ടു A പ്ലസ് BX² ടു ദ ഫോളോയിങ് ഡേ. ഫിറ്റ് എ കർവ്, സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടില്ല, ഫിറ്റ് എ കർവ് ടു ദ A പ്ലസ് BX² ടു ദ ഫോളോയിങ് ഡേറ്റ. അപ്പം നമുക്ക് ഇത് പരാബോളയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ലീനിയർ ട്രെൻഡിലേക്ക് അത് ലീനിയറായിട്ട് ഫിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷേ തന്നിരിക്കുന്ന ഇക്വേഷൻ y ഈക്വൾ ടു A പ്ലസ് BX². അപ്പം പരാബോളയൊന്നും അല്ല, പരാബോളയായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ പണിയാണ് അല്ലേ. 3 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഏതായാലും സ്ട്രെയിറ്റ് ലൈൻ അല്ല എന്നറിയാം, പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ ഫോമിലേക്ക് ഇനിയും കൺവേർട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ വന്നാൽ എന്ത് വരും? അപ്പം y ഈക്വൾ A പ്ലസ് BX ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ X² ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൊടുക്കുക. അപ്പം y ഈക്വൾ ടു A പ്ലസ് B ഇൻറ്റു ക്യാപിറ്റൽ X എന്നെഴുതി. ഈ X² പ്ലേസ് X² എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ X. അപ്പോൾ ഇനി സ്മോൾ എക്സ് എടുക്കുന്നിടത്തെല്ലാം ക്യാപിറ്റൽ X എന്നങ്ങ് എടുത്തോണ്ടാൽ മതി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നോർമൽ ഇക്വേഷൻ എന്ത് വരും? കണ്ടോ, സിഗ്മ YI. അപ്പോൾ സ്മോൾ YI ഈക്വൾ ടു NA പ്ലസ് B ഇൻറ്റു സിഗ്മ ക്യാപിറ്റൽ XI. കണ്ടോ, ഇതിൻ്റെ സിഗ്മയാണ് വേണ്ടത്. അടുത്തത് സിഗ്മ ക്യാപിറ്റൽ XI ഇൻറ്റു സ്മോൾ YI ഈക്വൾ ടു A ഇൻറ്റു ക്യാപിറ്റൽ സിഗ്മ XI പ്ലസ് B ഇൻറ്റു സിഗ്മ ക്യാപിറ്റൽ XI². മനസ്സിലായോ? അത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഉടനെ ടേബിൾ എടുക്കുക. ഇവിടെ ചെയ്യേണ്ട എന്താ? X എഴുതി, Y എഴുതി. ഇനി ക്യാപിറ്റൽ X, നേരത്തെ ക്യാപിറ്റൽ Y എന്ന് പറഞ്ഞാൽ Y/X ആയിരുന്നു. ഇവിടെ ക്യാപിറ്റൽ X എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? X² ആണ് ക്യാപിറ്റൽ X. അപ്പോൾ X² എഴുതുക, അതാണ് ക്യാപിറ്റൽ. ഇനി അത് വെച്ചാണ് കാൽക്കുലേഷൻ മൊത്തം പോണത്. അപ്പോൾ X² എന്ന് പറഞ്ഞാൽ 1, 2 എന്ന് പറഞ്ഞാൽ 2² 4, 3² 9. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മോൾ എക്സിൻ്റെ പ്ലേസ് ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സിഗ്മ XI കിട്ടി 91. ഇനി ഈ X ഇൻറ്റു Y വേണം. X ഇൻറ്റു Y വേണം എന്താ? ഈ X ഇൻറ്റു Y വേണം ചെയ്യാൻ. അപ്പം 1 ഇൻറ്റു 0.56, 0.56, 4 ഇൻറ്റു 0.89, 3.56. അതിൻ്റെ സം എഴുതി. അടുത്തത് X² എന്ന് പറഞ്ഞാൽ എന്താ? ഈ Xൻ്റെ സ്ക്വയർ വേണം എഴുതാൻ. ഈ Xൻ്റെ സ്ക്വയർ വേണം ഇങ്ങോട്ട് എഴുതാൻ. 1², 4², 9², 16². കണ്ടോ, അതിൻ്റെ സമ്മാണ് 2275. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നോർമൽ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ നേരത്തെ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ Aയും Bയും കിട്ടും. നോർമൽ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനിയും ഫിറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം? നേരത്തെ AX പ്ലസ് BX² തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എന്താ ഇക്വേഷൻ? A പ്ലസ് BX² വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എയുടെ വാല്യൂ 0.2363 ഇൻറ്റു 363 പ്ലസ് B ഇൻറ്റു B കിട്ടിയിട്ടുണ്ടല്ലോ 0.1116 ഇൻറ്റു X². ഇതാണ് ശ്രദ്ധിക്കുക. ഫൈനൽ നമ്മൾ എഴുതുമ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. നോർമൽ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നോർമൽ ഈ ട്രെൻഡിലേക്ക് നമ്മൾ ലീനിയർ ട്രെൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയത്. ഇനി അടുത്തത് ഇവിടെ ഉണ്ട് ക്വസ്റ്റ്യന്. ഫിറ്റ് സെക്കൻഡ് ഡിഗ്രി പരാബോള. കണ്ടോ, പരാബോള എന്ന് പറഞ്ഞാൽ വേറെ ഒരു വഴിയില്ല. ഫിറ്റ് പരാബോള ഓഫ് ദ ഫോം ഇങ്ങനെ തന്നെ പറഞ്ഞേക്കുക. സെക്കൻഡ് ഡിഗ്രി തന്നെ ഫിറ്റ് ചെയ്യണം. എന്തിനാണ് നമ്മൾ ഈ 3 ഇക്വേഷൻസ് വെച്ച് ചെയ്യാൻ ഇച്ചിരി കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്ത് ഈ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ അകത്ത് നമ്മൾ ആകെപ്പാടെ ഈ ഇക്വേഷൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് A പ്ലസ് BX പ്ലസ് BX² എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ഫോം നമ്മളോട് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ അകത്ത് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ ചെയ്യാൻ കാരണം സെക്കൻഡ് ഡിഗ്രി ആയിട്ട് ചെയ്യാൻ നമുക്ക് ഇച്ചിരി പാടാണ്.
അപ്പം നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിലിട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയും ബിയും കിട്ടിയാൽ പോരെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ പ്ലസ് ബി എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എയും ബിയും കിട്ടിയാൽ മതിയല്ലോ. അതിനു വേണ്ടി നമ്മൾ ആ ട്രെൻഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ലീനിയർ ആക്കി വെച്ച് ചെയ്തു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫിറ്റ് എ സെക്കൻഡ് ഡിഗ്രി പരാബോള ഓഫ് ദി ഫോം y = a plus bx plus cx square. We have to find a, b and c. ഇപ്പോൾ മൂന്നും കാണണമെങ്കിൽ 3 ഇക്വേഷൻസ് ഉണ്ടാവണം. സോ നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ആയിരിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ അടുത്ത ഇതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് കഴിഞ്ഞാൽ. ഇതുപോലെ എക്സ് വൈ തന്നിട്ടുണ്ട്. ഇതാ എക്സും വൈയും തന്നിട്ടുണ്ട്. എക്സും വൈയും തന്നിട്ടുണ്ട്. നോർമൽ ഇക്വേഷൻസ് ഇതുകൊണ്ട് ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് കാണണ്ടേന്ന് നോക്കിയേ. സിഗ്മ എക്സ് ഐ കാണണം, സിഗ്മ വൈ ഐ കാണണം, സിഗ്മ എക്സ് സ്ക്വയർ കാണണം, എക്സ് ഐ വൈ ഐ കാണണം, എക്സ് ഐ സ്ക്വയർ ഓൾറെഡി ഇവിടെ കണ്ടു, എക്സ് ഐ ക്യൂബ് കാണണം, പിന്നെ എക്സ് ഐ സ്ക്വയർ വൈ ഐ കാണണം, എക്സ് ഐ ക്യൂബ് ഓൾറെഡി ഇവിടെ കണ്ടു, എക്സ് ഐ റേസ്റ്റ് 4. 1 2 3 4 5 6 7 ഇത്രയും സാധനങ്ങൾ കാണണം. നോർമൽ ഇക്വേഷൻ പഠിച്ചാൽ നമുക്കറിയാം എന്തൊക്കെ കാണണം. എന്താ ഇവിടെ അതിന് വേണ്ടിയുള്ള കോളം വരച്ചേക്കുന്നുണ്ട്. എക്സ് വൈ എക്സ് വൈ എക്സ് സ്ക്വയർ വൈ എക്സ് ക്യൂബ് എക്സ് റേസ്റ്റ് 4 കണ്ടോ? എല്ലാത്തിൻ്റെയും കോളം വരച്ചിട്ടുണ്ട്. എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ എല്ലാം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 ഇക്വേഷൻ കിട്ടി. ഈ നോർമൽ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്കിത് ഈ 2 എണ്ണം ഇട്ട് സോൾവ് ചെയ്ത് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം അല്ലേ? ഈസി സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 എണ്ണത്തിൽ ഇരുന്ന് സോൾവ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ പരാബോളയുടെ പ്രോബ്ലമൊക്കെ ചോദിച്ചാൽ പരമാവധി നമ്മൾ നോർമൽ ഇക്വേഷനൊക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ട് സമയമുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു വിടാം. അല്ലെങ്കിൽ നമ്മൾ ഇത് മൊത്തം ഗോസ് എലിമിനേഷൻ വെച്ച് ചെയ്യാം ഇല്ലേ? അല്ല, ഗോസ് എലിമിനേഷൻ വെച്ച് പെട്ടെന്ന് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. യുണീക്ക് സൊല്യൂഷനേ വരത്തുള്ളൂ. കാരണം ഇതെല്ലാം ആൻസർ ഉള്ളതായതുകൊണ്ട് ഇതുകൊണ്ട് യുണീക്ക് സൊല്യൂഷനേ വരത്തുള്ളൂ. അപ്പോൾ ഇത് ഗോസ് എലിമിനേഷൻ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ 2 ചിലതിന് പറ്റും കേട്ടോ. ഈ 2 ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്ത ഒരു സിംഗിൾ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതെടുത്ത് തേർഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക. പരമാവധി ഈ പ്രോബ്ലം വന്നാൽ നോർമൽ ഇക്വേഷനൊക്കെ വെച്ചിട്ട് അങ്ങ് നിർത്തുക. പക്ഷേ മറ്റേ സ്ട്രെയിറ്റ് ലൈൻ്റെ പ്രോബ്ലമാണ്, ബുദ്ധിമുട്ടില്ല. ഇതാകുമ്പോൾ ഇച്ചിരി കാൽക്കുലേഷന് സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതെടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഇക്വേഷനൊക്കെ വരെ എഴുതിയൊക്കെ വെക്കുക. അത് കഴിഞ്ഞ് ഗോസ് എലിമിനേഷൻ അപ്ലൈ ചെയ്ത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സമയം കിട്ടാൻ വരില്ല എന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുകൊണ്ട് എനിവേ സോൾവ് ചെയ്ത് എയും ബിയും സിയും കിട്ടി. y = a plus bx plus cx square കണ്ടോ ചെയ്തു. അതുപോലെ a plus b e raised to x എന്നുള്ള ഫോമിലുള്ള ഒരെണ്ണമുണ്ട്. ഇതും കൂടെ നിങ്ങളൊന്ന് നോക്കിയേക്കുക. അത് നോക്കിയാൽ മനസ്സിലാവുന്ന സ്റ്റെപ്സ് എല്ലാം ഉണ്ട്, നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇതുകൊണ്ട് ഫുള്ളും നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടാൽ മതി, ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കേട്ടോ. അപ്പം ഓക്കെ, ദെൻ അടുത്ത വീഡിയോ വരെ ബൈ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പ്രോബ്ലമോടെ നോക്കുക.